മച്ചമ്മതി അപ്പം എല്ലാം മച്ചമ്മതിക്ക് നമ്മളെ പുതിയ ഉത്സവം കേട്ടോ. നമ്മളിപ്പോൾ എവിടെ ഉള്ള വെച്ചാൽ നമ്മളെ പള്ളിപ്പുറാണ്. പള്ളിപ്പുറം ഗ്രൗണ്ടിലാട്ടോ. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൂറ്റനാടുക്കാണ്. അവിടെ നിന്ന് നേർച്ചയാണല്ലോ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കണ വഴിയാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം 6:30 ഒരു 7:26 28 ഉണ്ടാവും. അപ്പോൾ നമുക്കിട്ട് പോയി നോക്കാം. അതിൻ്റെ മുന്നേ തന്നെ എല്ലാം മച്ചമ്മ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൊക്കെ ഓൺ ആക്കിയാണെങ്കിൽ വൈകുന്നേരത്തെ കൂടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് മറക്കാതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കാണാം. വലിയാങ്കല്ലെത്തിട്ടാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മേഴത്തൂരാട്ടോ. മേഴത്തൂർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ആന. ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എടുക്കുമെന്നറിയില്ല കേട്ടോ. ഇറങ്ങാൻ ചാൻസ് ഇല്ല, ഇവിടെ എടുക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മച്ചാമാരെ നമ്മൾ കൂറ്റനാട് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പരിപാടി കാര്യങ്ങൾ തുടങ്ങിയിട്ടില്ല. അതിനുള്ള സമയമായിട്ടില്ല, 8 മണിയൊക്കെ ആവണുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ പരിപാടി തുടങ്ങും കേട്ടോ. പരിപാടി തുടങ്ങി നമുക്ക് കാണാം. ഓക്കെ, സബ്സ്ക്രൈബർ ആട്ടോ. എൻ്റെ പേരെന്താ? പെട്ടെന്ന് വിട്, കുറച്ച് മുന്നേ വീടേ വരട്ടാ. ഓക്കെ, നിൽക്കുമ്പോൾ ഒരു ആന താണ്ട് പോകുന്നുണ്ട് കേട്ടോ. പരിപാടിയൊക്കെ ഏകദേശം തുടങ്ങാൻ വേണ്ടി ഇനിയും ടൈമുണ്ട്. ഇന്നും കുറേ ആണ്ടായിട്ടോ. ആനുണ്ട് അവിടെ. വില്യാങ്കല്ല് ഒരു ആനൊക്കെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക്. ആനൊക്കെ വേണ്ടി ചെത്താണ്ട് മച്ചന്മാരെ നമ്മൾ അടുത്ത ഗജവീരിനത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരും. രാവിലെ ഏകദേശം ഒരു 11 മണി 12 മണി ഒരു പരിപാടി ഉണ്ടാവും. വൈകുന്നേരം കേട്ടോ പിന്നെ മെയിൻ പരിപാടി ഉണ്ടാവുക. ഓക്കെ, ഞങ്ങൾക്ക് അടുത്ത ഗജവീരിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനിയും കുറേ ആളുകൾ വരാൻ കിടക്കുന്നുണ്ട്. നമ്മുടെ പുതുപ്പള്ളി കാശുവിനൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ നമുക്ക് നോക്കി നോക്കാം. പുതുപ്പള്ളി കാശ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ എന്നൊരു ഡൗട്ടില്ല. ചേട്ടാ, കഴിഞ്ഞ വർഷം പുതുപ്പള്ളി കാശ് ഉണ്ടായിരുന്നു അവിടെ? കുറേ ഉണ്ടാവലുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. കാളി ആ സർക്കിൾ കാളി, പിന്നെ നമ്മളെ ലിബർട്ടി ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തന്നെ വരട്ടെ. ചെമ്മാരെ നമ്മൾ അടുത്ത കൊമ്പ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ആളുകൾ വരാണ്ട്. ആളുകളൊക്കെ അപ്പോൾ നമ്മൾ വന്നിട്ട് 3 ആന കണ്ടു കേട്ടോ. വരുന്ന വഴിക്ക് മറ്റേ വില്ലങ്ങളുടെ ലിബർട്ടിനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനിയും കുറേ ആളുകൾ വരണ്ട് കേട്ടോ. എല്ലാവരും ഇതുകൂടെ തന്നെ പോകുന്നുണ്ടാവുക. ഓക്കെ, മറ്റേ നമ്മൾ അടുത്ത ഗജവീരൻ അങ്ങോട്ട് പോയി തിരിച്ചു പോകണമെന്നറിയില്ല. എന്തൊരു ഗജവീരൻ പോകുന്നുണ്ടാകുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ട് പോയാണേന്ന് കേട്ടോ. ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ആന ഇവിടെ ഇറക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. മച്ചന്മാർ നമ്മളെ ഗജവീര ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാമ്പാടി സുന്ദരൻ കേട്ടോ. പാമ്പാടി രാജൻ ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പ്രാവശ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടാവക്കാരം നോക്കാം എന്തായാലും. ഓക്കെ, മച്ചന്മാരെ നമ്മളെ ബാലൻ അവിടെ ഉണ്ട് കേട്ടോ.
മച്ചന്മാരെ അടുത്ത ടീം കേട്ടാ സൗത്ത് കൂട്ടിനാണ്. പുതുപ്പള്ളി സാധും പിന്നെ നമ്മളെ അക്കാവിള ആരാണ് ഈ രണ്ടാളുടെ ഇതിലുള്ളത്. മറ്റേ കാളിയാണ് തോന്നുന്നു. ആ കാളി തന്നെട്ടാ നമ്മുടെ സ്ഥലത്തിൽ കാളി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാളിയുടെ വണ്ടി ഉണ്ട്. ഓക്കെ, ഇനിയും കുറേ ആണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയും കുറേ ആണ്ട് വരാൻ കിടക്കുന്നുണ്ട്. നമ്മളെ പുതുപ്പള്ളിക്ക് ശേഷം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാളി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയും കുറേ ആളുകൾ വന്നിറങ്ങാണ്ട് കുറേ ആളുണ്ട് അവിടെ. ഇതൊന്ന് നമ്മളെ വേമ്പനാട് അർജുനൻ. ഈ നിൽക്കുന്നത് നമ്മളെ വേമ്പനാട് അർജുനൻ, അത് പാമ്പാടി സുന്ദരനും കേട്ടാ. ഇതിൻ്റെ ബാക്കി നമ്മളെ കാശവൻ്റെ ടീം വരുന്നുണ്ട്. ഭദ്രനാട്ടോ. അങ്ങനെ 3 ടീം ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറേ ടീമുകൾ ഇറങ്ങാണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഗജസംഘം ഉണ്ടാവും. കാരണം ഈ സെൻറ്ററിൽ വെച്ച് ഗജസംഘം ഉണ്ടാവില്ല കേട്ടോ. പ്രാവശ്യം അങ്ങനെ തന്നെ കാരണം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മളെ 3ാമത്തെ ടീമാണ്. പുതുപ്പള്ളിക്ക് ടീമാണ്. മച്ചന്മാരെ എല്ലാ ടീമും ഇങ്ങനെ അങ്ങോട്ട് പോകട്ടാണ്. നമ്മളെ കുഞ്ഞാട് അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോകും. എന്നിട്ട് അവിടെ നേരെ വന്നിട്ട് അവിടെ പള്ളി കണ്ടില്ലേ, പള്ളി ഉണ്ട്. അവിടെ ഗജസംഘം ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നേ പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രാവശ്യം ഉണ്ടാവാം കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ,
മച്ചന്മാർ ഏകദേശം എല്ലാ ടീമും അങ്ങോട്ട് പോയിട്ടാ. ഞാൻ നേരെ റിട്ടേൺ വന്നിട്ട് ഇവിടെയാണ് മറ്റേ ഗജസംഗമം ഉണ്ടാവല്. അപ്പോൾ റിട്ടേൺ വരുന്നുണ്ടോ നോക്കാം. ചിലപ്പോൾ അവിടെ ഗജസംഗമം ഇനി നടത്തുമെന്ന് അറിയില്ല കേട്ടോ. മുഴുവനെല്ലാം ടീം പോയിന്ന് വിചാരിച്ചിട്ടോ, പോയില്ല. അടുത്ത ടീം വരുന്നുണ്ട് അവിടുന്ന്. മച്ചാമാരെ ഗജസംഗമം ഇല്ല കേട്ടോ, ഇല്ലയെന്നാണ് തോന്നുന്നത്. കാരണം ആനകളൊക്കെ പോവാണ്, കണ്ടില്ലേ. രണ്ടാനതാ പോകണു, ബാക്കിയുള്ള ആളൊക്കെ അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. ഗജസംഗമല്ല, ഇല്ല ഗജസംഗമല്ല, അല്ല ആള് പോവല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഗജസംഗമം ഉണ്ടതാണ്, വരേണ്ടതാണ്. ഇപ്പോൾ ആളൊക്കെ അവിടെ വരുന്നുണ്ട് അവിടുന്ന്. നമ്മുടെ പുതുപ്പള്ളി കേശവനും സാധു ബാക്കിയുള്ള ആളൊക്കെ കേശവനും ഇതാ എൻ്റെ ബാക്കിലായിട്ട് ബാക്കിയുള്ള ടീമീസ് ആനൊക്കെ വരും. ആളൊക്കെ പിരിഞ്ഞു പോവാണ്. നമ്മളെ ചന്ദ്രശേഖരൻ ഇതാ വരുന്നുണ്ട് കേട്ടോ. തിരുവാമ്പാട് ചന്ദ്രശേഖരൻ ആളൊക്കെ അവിടെ പോവാണ്. ഇനി മെയിൻ പരിപാടി വൈകിട്ടുണ്ടാവും കേട്ടോ. വൈകിട്ട് ഒരു 4 മണിൻ്റെ കൂടി സ്റ്റാർട്ടാവുണ്ടാവും. വൈകിട്ടൊരു 8:30 9 മണി ആ ടൈം ഉണ്ടാവും വിചാരിക്കുന്നു. ഏതാണെന്ന് മനസ്സിലായിരുന്നു കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എൻ്റെ പേര് ജസ്റ്റ് ആയിട്ടൊരു കമൻറ്റ് ചെയ്യുക. നമുക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ വർഷം ഗജസംഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോയി കഴിഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ പരിപാടിക്ക് കേട്ടോ. പിന്നെ രാത്രി പരിപാടി ഉണ്ടാവുള്ളൂ, രാവിലെ പിന്നെ പരിപാടി ഉണ്ടാവില്ല. കഴിഞ്ഞ പിന്നെ വൈകിട്ട് കാണാം. എല്ലാ മച്ചാമ്മനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നാളിട്ട് കേട്ടോ. എന്നാൽ മാത്രമേ വൈകുന്നേരത്തെ ഇവിടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, മസ്റ്റായിട്ട് സബ് ചെയ്ത് ബെല്ലേക്ക് ആളിട്ടേക്കുക. ഓക്കെ, ബൈ.